എല്ലാവർക്കും നമസ്കാരം. സോ സ്പ്രെഡ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രെഡ് സ്ട്രാറ്റജീസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രോസ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് നിഫ്റ്റിനെയും സെൻസെക്സിനെയും രണ്ടിൻ്റെ ഫ്യൂച്ചേഴ്സിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ നിന്ന് വരുന്ന സ്പ്രെഡ് ഡിഫറൻസസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഡിഫറൻസസിനെ മന്ത്ലി ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? വെരി ലോ റിസ്ക് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പ്രോഫിറ്റ് കണ്ടെത്താം. നിങ്ങൾക്ക് ആസ് എ ട്രേഡർ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു പോയിൻ്റ്. അതായത് ഹൈ റിസ്ക് എടുത്തിട്ട് ഹൈ റിവാർഡ് എടുക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ട്രേഡ്. ഇനിയൊരു ട്രേഡ് നമ്മൾ ലോ റിസ്കിൽ നമുക്ക് റീസണബിൾ റിവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള ട്രേഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നമുക്കത് സേഫ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നവരുണ്ട്, പറയാനുള്ള കാര്യം അല്പം ലെങ്തി ആയിരിക്കാം, പക്ഷേ ഇത് പ്രയോജനപ്രദമാണെന്നുള്ളതിൽ 100% എനിക്ക് ഉറപ്പ് തരാൻ നൽകും. നിങ്ങൾ പേഷ്യൻ്റായിട്ട് ഇതിന് മുന്നോട്ട് പോകുന്ന ഓരോ സീക്വൻസും നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു പോയ ജൂലൈ മാസം മുതൽ അപ് ടു ഫെബ്രുവരി വരെയുള്ള ബാക്ക് ടെസ്റ്റ് ഓൾസോ ഞാനിത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ചില കാൽക്കുലേഷൻസൊക്കെ ഇതിനകത്ത് നമ്മൾ വരുത്തേണ്ടതുണ്ട്. എക്സ്പയറി സ്റ്റാർട്ടിങ് മുതൽ മന്ത് എൻഡ് എക്സ്പയറി വരെ. അതും രണ്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റാണ്. ഒന്ന് നിഫ്റ്റി, ഇനിയൊന്നും സെൻസെക്സ് ആണ്. രണ്ടിൻ്റെയും ഉള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ബെനിഫിറ്റ് അല്ല, ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഞാൻ പറയാം. നിഫ്റ്റിയും സെൻസെക്സ് എന്ന് പറയുന്നത് എന്താണ്? സെൻസെക്സിലുള്ള 30 സ്റ്റോക്സ് പൂർണ്ണമായിട്ടും എവിടെയുണ്ട്? നിഫ്റ്റീൻ്റെ ഉള്ളിലും ഉണ്ട്. സോ രണ്ടിൻ്റെയും വലിയ ഡിഫറൻസ്, ചുരുക്കി പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഒരു ആർബിട്രാജ് സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പ്യുവർ ആർബിട്രാജ് സ്ട്രാറ്റജി അല്ല. ഇതിനകത്ത് എന്താ പറയുക, ഇതിൻ്റെ ടോട്ടൽ ഡിഫറൻസ് നാച്ചുറലി ഇതിൻ്റെ സ്പ്രെഡ് ഡിഫറൻസ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കറണ്ട് മന്ത് തന്നെയാണ്. നമ്മൾ കാലണ്ടർ സ്പ്രെഡിലേക്കൊന്നും പോകുന്നില്ല. അതാത് കറണ്ട് മന്തിൻ്റെ ഓപ്പണിംഗ് ഡിഫറൻസിൽ എന്താണ് വ്യത്യാസം വരുന്നത്, ആ വ്യത്യാസത്തിന് നമുക്ക് എങ്ങനെ ഒരു ലോ റിസ്ക് ട്രേഡ് ഇനിഷ്യേറ്റീവായിട്ട് എടുക്കാമെന്നുള്ളത് ഇതിലൊരു മെയിൻ പോയിൻ്റാണ്. രണ്ടാമത്തെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് റിവാർഡും അതേമാതിരി നമുക്ക് ഹൈ റിവാർഡ്സിലേക്കൊന്നും നിങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. അത് ഇൻ റെയർ കേസസിൽ നമുക്കിത് ഹൈ റിവാർഡ് നൽകുകയും ചെയ്യും, അതിൽ യാതൊരു മാറ്റമില്ല. ബട്ട് ഓൺ എ നോർമൽ കേസിൽ നമുക്കിതിൽ നോർമൽ റിവാർഡ് മാത്രമേ നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനോടൊപ്പം അതിന് നമ്മളുടെ റിസ്ക് കുറവാണെന്ന് പറയുന്നത് ഇതിന് ഡയറക്ഷണൽ റിസ്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. ഡയറക്ഷണൽ റിസ്ക് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? രണ്ടും ഒരേ ഫ്ലക്ച്വേഷൻ വരുന്ന, ഒരേ വോളറ്റിലിറ്റി വരുന്ന രണ്ട് ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ ഇവിടെ കൺസിഡറേഷനിൽ കൊണ്ടുവരുന്നത്, നിഫ്റ്റി ആൻഡ് സെൻസെക്സ്. അതൊരു പോയിൻ്റ്. രണ്ടിൻ്റെയും മൂവ്മെൻറ്റം നമുക്ക് ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ രണ്ട് ചാർട്ടും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം. രണ്ടിൻ്റെയും ഗ്രാഫ് നോക്കിയാൽ ഓൾമോസ്റ്റ് സിമിലറായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരും അല്ലേ? നിഫ്റ്റിയുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നു, ഏതാണ്ടൊക്കെ ഒരു നമുക്ക് അറ്റ് എ ഗ്ലാൻസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റും. പ്ലസ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ വൈസ് ഇൻക്രീസ് ആണ്. പക്ഷേ അതിൻ്റെ റിവാർഡ് വൈസ് നോക്കുമ്പോൾ കുറച്ച് കുറയാൻ, കമ്പാരിറ്റീവ്ലി അതർ ഹൈ റിസ്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രിവെൻഷൻ എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. മൂന്നാമത് പറയേണ്ട ഒരു പോയിൻ്റ്, ഇതിൻ്റെ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ്. രണ്ടും വ്യത്യസ്ത ഇൻസ്ട്രുമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് ലഭിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിഫ്റ്റിയിലെ ഒരു ഫ്യൂച്ചർ നിങ്ങളിപ്പോൾ ബൈ ചെയ്യുവാണെങ്കിൽ സെൻസെക്സിൽ ഒരു ഫ്യൂച്ചർ നമ്മൾ സെല്ല് ചെയ്യേണ്ടി വരും. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടത്തില്ല? നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടത്തില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് മൈനസ് പോയിൻ്റാണ്. അതിനും നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫർദർ പിന്നീട് നമുക്ക് ഇപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ തന്നെ, ഇപ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന് നിങ്ങൾ സെല്ല് ചെയ്യുവാണെങ്കിൽ അതേ നിഫ്റ്റിയുടെ ഓപ്ഷനിൽ പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ
ഏതെങ്കിലും ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് പ്രോബബിലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് 2 ഫ്യൂച്ചേഴ്സ് തമ്മിൽ ഹെഡ്ജ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്നുള്ളതിനാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്? നിഫ്റ്റി ആൻഡ് സെൻസെക്സ്. ഏത് എപ്പോൾ സെല്ല് ചെയ്യണം, എപ്പോൾ ബൈ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഡിഫറൻസ് അനുസരിച്ചിട്ടാണ്. പ്ലസ് ഓർ മൈനസ് ഏതിൽ പ്ലസ് വരുന്നു, നിഫ്റ്റിയും സെൻസെക്സും തമ്മിൽ നമ്മൾ ടോട്ടൽ വാല്യൂവിനെ നമ്മൾ സം ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ സെല്ല് ബൈയോ ഡിസിഷൻ എടുക്കണം. നിഫ്റ്റീനെ സെല്ല് ചെയ്യണോ അല്ലെങ്കിൽ സെൻസെക്സിനെ ബൈ ചെയ്യണോ, അല്ലെങ്കിൽ സെൻസെക്സിനെ സെല്ല് ചെയ്യണോ നിഫ്റ്റീനെ ബൈ ചെയ്യണോ. ഫ്യൂച്ചേഴ്സ്, ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് തന്നു കഴിഞ്ഞു. ഇനി ആവർത്തിക്കുന്നില്ല. നമുക്ക് നേരെ ഇതിൻ്റെ സ്ക്രീനിലേക്ക് പോകാം. നമുക്കതിൻ്റെ ബാക്ക് ടെസ്റ്റ് സ്ക്രീനിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ജൂലൈ മന്തിൻ്റെ ബാക്ക് ടെസ്റ്റ് സ്ക്രീനിലേക്ക് പോകാം. റിക്വയർഡ് ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 3.6 to 4 lakhs റിക്വയർഡ് ക്യാപിറ്റൽ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത്, ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 15,000, 10,000, 15,000, ചിലപ്പോൾ 25,000, ചിലപ്പോൾ അത് ഇതിൻ്റെ സ്പ്രെഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഹൈ വോളറ്റിലിറ്റി സ്പ്രെഡ് ബെനിഫിറ്റ്സ് വരാൻ സാധ്യതയുണ്ടാവും. പക്ഷേ ഓൺ ആൻ ആവറേജ് നിങ്ങൾക്കൊരു 3% മാക്സിമം നിങ്ങളുടെ റിട്ടേൺ ക്യാപിറ്റലിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് റിട്ടേൺ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. 3 to 5% ആവറേജ് റിട്ടേൺ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കും ഇതിന് ബെസ്റ്റ്. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ഓക്കെയാണ്. പക്ഷേ അത് നമുക്ക് റിസ്ക് ഫ്രീ എന്ന് പറയുന്നതിന് ഞാൻ വരുന്നില്ല. റിസ്ക് ഉണ്ട്, പക്ഷേ അതിൻ്റെ റിസ്കിൻ്റെ ലോ റിസ്ക്, അതാണ് ബെറ്റർ. വെരി ലോ റിസ്ക് ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഡ്. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ സ്ക്രീനിലേക്ക് വന്നിട്ട് നമ്മളിവിടെ എന്താണ് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ജൂലൈ മന്തിൻ്റെ ബാക്ക് ടെസ്റ്റാണ്. ജൂലൈ മന്തിൻ്റെ ബാക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ 1 മുതൽ ജൂലൈ എൻഡ് വരെയുള്ള എക്സ്പയറി ഫ്യൂച്ചേഴ്സിലാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചറും സെൻസെക്സിൻ്റെ ഫ്യൂച്ചറും. ഇത് എങ്ങനെ നമ്മൾ ആദ്യം ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. ഫസ്റ്റ് പോയിൻറ്റ് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം. ഞാൻ ജൂലൈ 1 ഈ ജൂലൈ മന്തിൽ ജൂലൈ എക്സ്പയറിയുടെ നിഫ്റ്റിയുടേത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 തന്നെയാണ്. കാരണം അതിൻ്റെ തലേ ദിവസത്തെ അത് എക്സ്പയറി കഴിഞ്ഞിട്ട് ജൂലൈ 1 ആണ് നിഫ്റ്റിയുടെ ജൂലൈ മന്ത് എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫ്യൂച്ചറിനെ ആദ്യം ആഡ് ചെയ്യുക. ഫ്യൂച്ചറിന് മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് രണ്ടാമത്. ഫ്യൂച്ചറിന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക. ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ബിൽഡ് ഓപ്ഷൻ പോവുക. അവിടെ പോയിട്ട് നിങ്ങൾ ധനിൻ്റെ ഓപ്ഷൻ ട്രേഡറിൽ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡറിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇത് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് പ്യുവറായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം രണ്ടും വ്യത്യസ്ത ഇൻസ്ട്രുമെൻറ്റിനെ ക്ലബ്ബ് ചെയ്തിട്ട് അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മളിതിനെ കൺസിഡർ ചെയ്യണം. നമുക്കിത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബിൽഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ എടുക്കുന്നു. നിഫ്റ്റി എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ ഇതിപ്പോൾ ജൂലൈ 1 നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ATMൽ സ്പോട്ട് പ്രൈസ് ഇപ്പോൾ എത്ര നിൽക്കുന്നു, 24,777. അത് അന്നത്തെ ദിവസത്തെ സ്പോട്ട് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണെന്ന് നോക്കൂ. ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും സ്പോട്ട് പ്രൈസ് എത്രയാണ്. 24,021 സ്പോട്ട് പ്രൈസാണ്. നമ്മൾ ATM അല്ല, സ്പോട്ട് സ്ട്രൈക്ക് പ്രൈസാണ്. 24,000 ATM സ്ട്രൈക്ക് അല്ല നമുക്ക് വേണ്ടത്, സ്പോട്ട് പ്രൈസ് 24,021. അതേ ഇതിൻ്റെ തന്നെ എക്സ്പയറിയുടെ സെൻസെക്സിൻ്റെ എക്സ്പയറിയിലേക്ക് പോവാം. സെൻസെക്സ് എക്സ്പയറി എന്നാണ് അത്. ജൂലൈ എക്സ്പയറി ആരംഭിക്കുന്നത് 29th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏതാ, ജൂൺ 29th സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അപ്പോഴേക്കും എന്നിട്ട് അതിൻ്റെയും ഒരു എന്ത് ചെയ്യുക, ഫ്യൂച്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്യുക. ഫ്യൂച്ചേഴ്സിനെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഫ്യൂച്ചേഴ്സിനെ അതിൻ്റെ ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് അതിൻ്റെ ഓപ്ഷൻ ചാർട്ടിൽ നിങ്ങൾ പോയിട്ട് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് നോക്കുക. ഫ്യൂച്ചേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. നോക്കൂ, ഞാനിവിടെ
ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെ സ്റ്റാർട്ട് രാവിലെ നമുക്ക് നോക്കുമ്പോൾ എത്രയാണോ അതിൻ്റെ വില 9:30 to 9:45 എത്രയാണോ വില എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ വില നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ സ്പോട്ട് തന്നെയാണിത്, സ്പോട്ട് ആ റേഞ്ച് എന്ന് പറയുന്നത്. സോ സ്പോട്ട് പ്രൈസ് ഇവിടെ എടുക്കുക. രണ്ടിൻ്റെയും നിഫ്റ്റിയുടെ അതേമാതിരി എന്ത് ചെയ്യുക, നിഫ്റ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, നിഫ്റ്റി ആണെങ്കിലും അല്ലെങ്കിൽ സെൻസെക്സ് ആണെങ്കിലും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫ്യൂച്ചേഴ്സിലേക്ക് പോയിട്ട് ഫ്യൂച്ചേഴ്സിൻ്റെ സ്പോട്ട് പ്രൈസ് നോക്കുക. രണ്ടിൻ്റെയും 78,965 കാണിക്കുന്നു ഒന്നിന്, ഇനി ഒന്ന് എത്ര കാണിക്കുന്നു, നിഫ്റ്റിയുടെ എത്ര കാണിക്കുന്നു, ഫ്യൂച്ചേഴ്സിൻ്റെ ആണെങ്കിൽ. സപ്പോസ് ഇന്നാണ് അതിൻ്റെ ഓപ്പണിംഗ് ഡേ എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എത്രയാണ് ഫ്യൂച്ചേഴ്സിൻ്റെ കാണിക്കുക 24,664. ഇത് രണ്ടും നിങ്ങൾ മാത്രം. ആക്ച്വലി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ എപ്പോഴാണ് എടുക്കുക, കഴിഞ്ഞ മാസത്തെ ഇതേ സെറ്റപ്പ് ഇതേ ടൈമിൽ 9:30 സ്റ്റാർട്ടിംഗ് ഡേയിൽ 9:30 എത്രയാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് എത്രയാണ് 24,021. 24,021 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, 24,201 എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ വാല്യൂ എത്രയാണ് ഇൻ ടേംസ് ഓഫ് മണി. അത് നിങ്ങൾ മനസ്സിലാക്കണം. 24,021 മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എത്രയാണ് 65 അല്ലേ. ഒരു ക്വാണ്ടിറ്റി ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 65 ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഇൻറ്റു, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എത്ര, ഇൻറ്റു 65 നോക്കുമ്പോൾ ടോട്ടൽ 15,61,365. ഓക്കെ, 15,61,365 നമ്മുടെ പ്രൈസ് വരുന്നത്. ഏതിൻ്റെയാ, നിഫ്റ്റിയുടേത് വരുന്നത്. ഇനി സെൻസെക്സ് ആണെങ്കിലോ, സെൻസെക്സിൻ്റെ വാല്യൂ എത്രയാ, സെൻസെക്സ് അതേമാതിരി 77,000 നോക്കട്ടെ, ജൂലൈയുടെ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന മോർണിംഗ് 9:30 അതിൻ്റെ 77,000 അതിൻ്റെ ATM പ്രൈസ്. പക്ഷേ അതിൻ്റെ എൻട്രി പ്രൈസ് 77,550. 77,550 മൾട്ടിപ്ലൈ ബൈ അതിൻ്റെ ലോട്ട് എത്രയാണ്, 20 എണ്ണമാണ് ഒരു ലോട്ട്. അപ്പോൾ അത് എത്രയാണ്, 1,50,900. 1,50,980. ഇതാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ഇത് തമ്മിൽ 15,61,000 ആണോ 15,50,000 ആണോ വലുത്, 61,000. നാച്ചുറലി എത്ര ഡിഫറൻസ് വരുന്നത്, 10,385 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 10,385 റുപ്പീസ്, അത് റുപ്പീസ് ടേംസിലല്ലേ നമ്മൾ നോക്കിയാൽ. അപ്പോൾ ഈ 10,385 രൂപയുടെ ബാലൻസിങ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇതിൽ ഏറ്റവും വില കൂടി നിൽക്കുന്നത് ആരാണ്, രണ്ടും സെയിം സെൻസെക്സിലുള്ള സ്റ്റോക്സ് തന്നെയാണ് നിഫ്റ്റിയിലും ഉള്ളത്. രണ്ട് പേരുടെയും മൂവ്മെൻറ്റ്സ് ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. നമ്മൾക്ക് ചെറിയ വ്യത്യാസങ്ങളെ നമുക്ക് കണ്ണിൽ കാണാൻ കഴിയില്ല, പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴുള്ള വ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറൗണ്ട് 10,386 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഏതാണോ കൂടുതൽ വിലയിൽ നിൽക്കുന്നത്, അപ്പോൾ ഇപ്പം അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത് നിഫ്റ്റിയാണ് കൂടുതൽ വിലയിൽ നിൽക്കുന്നത്, സെൻസെക്സിൻ്റെ വില കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ വിലയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് നിഫ്റ്റി നോക്കൂ, നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു. ദാറ്റ്സ് കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻസെക്സിന് എന്ത് ചെയ്യണം, നമ്മൾ ബൈ ചെയ്യണം. വില കുറഞ്ഞതിനെ നമ്മൾ വാങ്ങുന്നു, വില കൂടിയതിന് നമ്മൾ വിൽക്കുന്നു. ഓക്കെ, ആർബിട്രാജ് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്യുവർ ആർബിട്രാജ് എന്ന് പറയാൻ പറ്റില്ല, സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട്, ഒരു ചെറിയ റിസ്ക് കുറവാണെന്നേ ഉള്ളൂ. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ടെസ്റ്റിംഗ് എനിക്ക് ഓരോ ദിവസമായിട്ട് നമ്മളിങ്ങനെ ഓടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബട്ട് ഞാനിപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് എക്സ്പയറി ഡേ എന്നാണ് നോക്കൂ, ജൂലൈ 30. ഇപ്പോൾ സെൻസെക്സിൻ്റെ ജൂലൈ 30 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 30 ഡേറ്റിൽ എൻഡ് ഓഫ് ദ ഡേ EODയിൽ പോകുമ്പോൾ നമുക്ക് 3:30 മണി ആയപ്പോഴേക്കും ഇതിൻ്റെ പ്രോഫിറ്റ് എത്ര, 8,036 റുപ്പീസ് പ്രോഫിറ്റ് ഇൻ സെൻസെക്സ്. നിഫ്റ്റിയിൽ എത്രയാണ്, അതേമാതിരി ജൂലൈ 28 നിഫ്റ്റിയുടെ പ്രോഫിറ്റ് എത്രയാണ്. അപ്പോൾ ജൂലൈ 28 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ പോയി നോക്കിയാൽ
അതിൽ 2300 പ്രോഫിറ്റ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 10,400. ആക്ച്വലി ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് 10,385, ഓൾമോസ്റ്റ് 10,400 കണ്ടോ. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് ക്ലബായി കമ്പൈൻഡ് ആയിട്ട് അത് 0 ആയിട്ട് മാറുന്നു. ഐ മീൻ ഈക്വൽ ആയിട്ട് മാറുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഇതിന് ഡയറക്ഷണൽ റിസ്ക് കുറവാണെന്ന് പറയുന്നത് ഇപ്പോൾ സെൻസെക്സ് നിഫ്റ്റിയും തമ്മിലുള്ള മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പറയുന്ന പീരീഡിനുള്ളിൽ വലിയ ഗ്യാപ്പ് അപ്പ് വലിയ ഗ്യാപ്പ് ഡൗൺ എന്ത് സംഭവിച്ചാലും ഡയറക്ഷണൽ റിസ്ക് കുറവാണ്. പക്ഷേ ഇതിൻ്റെ ന്യൂനത എന്ന് പറയുന്നത് ഇതിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ് നോക്കൂ. നമുക്ക് 1,80,000 വേണം ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്യാനും ഇനിയൊരു ഫ്യൂച്ചർ ബൈ ചെയ്യാനും അതേ 1,80,000 റുപ്പീസ് വേണം. ഓൾമോസ്റ്റ് 3,60,000 പ്ലസ് അഡീഷണലി നമ്മൾ മാർജിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അഡീഷണലി ഒരു 40,000 വെച്ചാൽ മതി. കാരണം അത്രയ്ക്കുള്ള ഡിഫറൻസ് ഇതിനകത്ത് വരത്തുള്ളൂ, വലിയ ബിഗ് ഡിഫറൻസ് വരത്തില്ല. അപ്പോൾ മിനിമം 4 lakhs ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് ഇത്തരം ട്രേഡ് ചെയ്യാം. ഇനി ഇതേ ട്രേഡ് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അടുത്ത തൊട്ട് മുന്നത്തെ മാസത്തെ ട്രേഡിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് കവർ ചെയ്ത് ഏത് മാസമാണ്? കഴിഞ്ഞ മാസം ജൂലൈ മന്ത് നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്തത് അതിന് മുന്നത്തെ മാസമായിട്ടുള്ള ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ജൂൺ മാസത്തിന് നമുക്ക് എക്സ്പയറി ആദ്യത്തെ ജൂൺ മാസത്തെ ഫസ്റ്റ് എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? നിഫ്റ്റിയുടേത് മെയ് 27-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ മന്തിൻ്റെ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എടുത്തു ആ ദിവസത്തെ 9:30 സമയം 9:30 ഫ്യൂച്ചേഴ്സിൻ്റെ വില എത്രയാണ്? സ്പോട്ട് ഫ്യൂച്ചേഴ്സിൻ്റെ വിലയാണ് നമ്മൾ 23,964 രൂപ വില. അതേമാതിരി സെൻസെക്സിൻ്റെ ആ എക്സ്പയറി എപ്പോഴാണെന്ന് നോക്കുക? ജൂണിൻ്റെ എക്സ്പയറി അത് മെയ് 29 ആരംഭിക്കുകയാണ്. മെയ് 29 9:30 ആരംഭിക്കുന്നു. രണ്ടിൻ്റെയും കൃത്യമായിട്ട് സമയത്തുള്ള ATM സ്ട്രൈക്ക് പ്ലസ് അതിനോടൊപ്പം ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് എത്രയാണ്? 76,364. സോ രണ്ടിൻ്റെയും തമ്മിലുള്ള നമ്മൾ അതിനെ എന്തായിട്ട് മാറ്റുന്നു? അതിനെ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റായിട്ട് മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 76,364 മൾട്ടിപ്ലൈഡ് ബൈ സെൻസെക്സിൻ്റെ ഒരു ലോട്ടിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 20. അപ്പോൾ 20. അപ്പോൾ എത്ര കിട്ടി? 15,27,280. 15,27,280 സെൻസെക്സിൻ്റെ ഫ്യൂച്ചറിൻ്റെ ആക്ച്വൽ വില. നമ്മളത് അത്രയൊന്നും നമ്മൾ പേ ചെയ്യുന്നില്ല, നമുക്കത് ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ 15 ലക്ഷം രൂപ വിലയുള്ള സാധനമാണ് നമുക്ക് 1,80,000 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അല്ലാണ്ട് ഫ്യൂച്ചറിൻ്റെ വില 1,80,000 അല്ല. ആക്ച്വൽ വില എന്ന് പറയുന്നത് എത്രയാണ്? 15,27,280 രൂപ വരുന്നുണ്ട്. ഇനി സെൻസെക്സ് നിഫ്റ്റിയുടെ വില എത്രയാണ് വരുന്നത്? അതേ സമയത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ എത്ര വരുന്നു? 23,965. 23,965 നിൽക്കുന്ന സ്പോട്ട് നിൽക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ വില എന്ന് പറയുന്നത് ഇൻറ്റു 65. ഒരു ക്വാണ്ടിറ്റി 65 ആണെങ്കിൽ 15,57,000 നോക്കൂ, 57,725. 57,000. അപ്പോൾ നല്ല ഡിഫറൻസ്, ഏതാണ്ട് 30,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. നോക്കാം. മൈനസ് ആദ്യത്തെ സെൻസെക്സിൻ്റെ 15,27,280. അപ്പോൾ എത്രയാ? 30,400 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. 30,445 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് നിഫ്റ്റിക്കും സെൻസെക്സും ഇടയിലുള്ള സ്പ്രെഡ് ഡിഫറൻസ്. ഒരേ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഏതാണ്ട് കൺസിഡർ ചെയ്യാം. നിഫ്റ്റിക്ക് അഡീഷണലി ഇനി ഒരു 20 സ്റ്റോക്കിൻ്റെയും കൂടെ ഇതുണ്ട്. പക്ഷേ സെൻസെക്സിന് ആകെ 30 സ്റ്റോക്കേ ഉള്ളൂ. പക്ഷേ അതേ 30 സ്റ്റോക്ക് നിഫ്റ്റിയിലും ഉണ്ട്, സെയിം ഓർഡറിൽ തന്നെ ഉണ്ടെന്നാണ്. സോ അപ്പോൾ നമുക്ക് ഒരേ വെയിറ്റേജ് കൽപ്പിക്കുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് ആണ് നമുക്ക് എത്ര കിട്ടിയത്? ഇതിൽ
30,000 ഡിഫറൻസ് ഉണ്ട്. അത്രയും തന്നെ പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ചിലപ്പോൾ അത്രയും കിട്ടിയെന്ന് വരില്ല എങ്കിൽ പോലും, പക്ഷെ അത് റീസണബിളി നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വലുതായിട്ട് നിൽക്കുന്ന ആരാണ്? നിഫ്റ്റി തന്നെയാണ്. സോ നമ്മൾ ഇവിടെയും അതേമാതിരി കൂടുതൽ വിലയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. ഇവിടുത്തെ നിഫ്റ്റീനെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? നിഫ്റ്റി സെല്ലാണ്. അപ്പോൾ സെൻസെക്സിനെ എന്ത് ചെയ്യണം? നമുക്ക് ബൈ ചെയ്യണം. നോക്കൂ, തിരിച്ച് ബൈ ചെയ്തു. ഒരു സെല്ല്, ഇനിയൊന്ന് ബൈ. ഇത് രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക? ഇതിൻ്റെ എക്സ്പയറി എന്താ? 25th ജൂണിനാണ് നിഫ്റ്റി അവസാനിക്കുന്നത്. സോ നമുക്ക് നേരെ 25th ജൂണിലേക്ക് തന്നെ പോകാം. 25th ജൂണിൽ എൻഡ് ഓഫ് ദ ഡേയിൽ EOD അവസാനം 3:30 മണിയാകുമ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? 14,700. നോട്ട് ചെയ്തോളൂ, 14,700. സൂം ചെയ്ത് കാണിക്കും. 14,700. അപ്പോൾ 14,700. ഇനി അടുത്ത എത്ര? സോറി, ഇത് നിഫ്റ്റിയുടെ അല്ല, ഇത് സെൻസെക്സിൻ്റെയാണ്. എത്രയോ ഏതോ ആയിക്കോട്ടെ, നമുക്ക് ഇത് സെൻസെക്സിൻ്റെ പ്രോഫിറ്റാണ് എത്രയാ? അതാ നോക്കൂ, സെൻസെക്സിൻ്റെ പ്രോഫിറ്റാണ് 14,700. ഇനി നിഫ്റ്റിയുടെ അതേ ദിവസത്തെ അതേ എക്സ്പയറിയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ്പയറി എന്നാണ്? June 30 എക്സ്പയറി. അപ്പോൾ നിഫ്റ്റിയുടെ June 30th ഡേറ്റ് നമ്മൾ നോക്കിയിട്ട് എൻഡ് ഓഫ് ദ ഡേ പോകുമ്പോൾ അവിടെ 6,400 അവിടെയും പ്രോഫിറ്റ് വന്നു. 6,400 പ്രോഫിറ്റ്. അപ്പോൾ 14,700 പ്ലസ് 6,400, 14,700 പ്ലസ് 6,400 വരുമ്പോൾ 21,100 റുപ്പീസ് പ്രോഫിറ്റ്. 21.1K പ്രോഫിറ്റ്. ആദ്യത്തതിൽ 10,000 പ്രോഫിറ്റ്. രണ്ടാമത്തത് നമുക്ക് റീസണബിളി 5% ആൻഡ് എബോ ഇൻക്ലൂഡിങ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡിപ്ലോയ്മെൻ്റ് എല്ലാം 1,100 രൂപ അതിൽ പോയാൽ പോലും ബാലൻസ് നമുക്ക് നെറ്റ് 5% പ്രോഫിറ്റ് നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എങ്ങോട്ടേക്ക് വേണമെങ്കിലും നിഫ്റ്റി പോയിക്കോട്ടെ, എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. നമ്മൾ മമ്മൂട്ടി ഏതൊരു സിനിമയിൽ പറഞ്ഞു, എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് വിഷയമേ അല്ല. നമ്മുടെ ആകെ വിഷയം എന്താണ്? നിങ്ങൾ ഡിപ്ലോയ് കൃത്യമായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, മിണ്ടാതിരിക്കുക. ഡെയിലി എടുത്തു വെച്ച് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ എക്സ്പയറി ഡേയുടെ നമ്മളിപ്പോൾ 3:30 വരെ പോയി. നിങ്ങൾ 3:30 വരെ പോകാൻ പറ്റില്ല, കാരണം ഇനിയുള്ള മുന്നോട്ട് പോകുമ്പം 3 o'clock ആകുമ്പോഴും ഏതാണ്ട് ഇതേ റേഞ്ച് തന്നെയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് വരും. ചെറിയ വ്യത്യാസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 3:15 വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ റേഞ്ച് തന്നെ വരും. നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് വീണ്ടും നമ്മൾ ബാക്ക് ടെസ്റ്റിലേക്ക് പോവുക. ബാക്ക് ടെസ്റ്റിലേക്ക് പോയിട്ട് അതിന് മുന്നത്തെ മാസത്തെ ബാക്ക് ടെസ്റ്റിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ 30th വീണ്ടും തിരിച്ച് വന്നിട്ട് നിഫ്റ്റിയുടെ ജൂൺ കഴിഞ്ഞു. അടുത്തത് മെയ് മന്ത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെയ് മന്തിൻ്റെ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്നത് April 29 എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്നു. മെയ്യുടെ മന്ത്ലി എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്നത് April 29 സ്റ്റാർട്ട് ചെയ്യുന്നു നിഫ്റ്റിക്ക്. സെൻസെക്സിനാണെങ്കിലോ, സെൻസെക്സിനും അതേമാതിരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ് 29 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം. നിഫ്റ്റിക്ക് രണ്ടിന് ടൈം ഇനിയിപ്പോൾ 9:30 നമ്മൾ കൊണ്ടുവരിക. ഞാൻ കൊണ്ടുവന്നു 9:30 കൊണ്ടുവന്നു. അപ്പോൾ 9:30 ആകുമ്പോൾ ഇനി ഇതിൻ്റെ ഫ്യൂച്ചേഴ്സിനെ ആഡ് ചെയ്യുക. 2 ഫ്യൂച്ചേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓപ്ഷൻ ട്രേഡറിൽ പോയിട്ട് ഫ്യൂച്ചേഴ്സിനെ ആഡ് ചെയ്യേണ്ട കാര്യം ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡറിലേക്ക് പോകുക അർത്ഥമല്ല. നിങ്ങൾ ആ ഫ്യൂച്ചേഴ്സിന് നമ്മളുടെ ഈ ഒരു ഡയഗ്രാമിൽ നമ്മൾ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നിട്ട് നിഫ്റ്റി സെലക്ട് ചെയ്യുക. ദെൻ നിഫ്റ്റി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് ആഡ് ന്യൂ കൊടുക്കുമ്പോഴേക്കും ഓപ്ഷൻ ചെയിൻ വരും. അതിന് തൊട്ട് മുകളിൽ ഇവിടെ ഓപ്ഷൻ എന്ന് കാണും, പിന്നെ ഫ്യൂച്ചേഴ്സ് കാണും. ഫ്യൂച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഫ്യൂച്ചേഴ്സിൻ്റെ വാല്യൂ നോക്കുക. ആ വാല്യൂ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ 2 വിൻഡോ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റൈറ്റിംഗ് പാഡ് എടുത്ത് വെച്ചിട്ട് അതിൽ ഫ്യൂച്ചേഴ്സിൻ്റെ വില എഴുതുക. 24,666,777 എത്ര നിഫ്റ്റിയുടെ വില എഴുതുക. അതേമാതിരി സെൻസെക്സിൻ്റെ വിലയും അതേ ഇവിടെ പോയിട്ട് നേരെ തിരിച്ച് വന്നിട്ട് സെൻസെക്സ് ക്ലിക്ക് ചെയ്യുക. സെയിം എന്ത് കൊടുക്കുക? ആഡ് ന്യൂ കൊടുക്കുക. ഫ്യൂച്ചേഴ്സിലേക്ക് പോവുക. സെൻസെക്സിൻ്റെ വില നോക്കുക. അതും നോട്ട് പാഡിൽ എഴുതുക. കാൽക്കുലേറ്റർ എടുക്കുക. എടുത്തിട്ട് മൾട്ടിപ്ലൈ. സെൻസെക്സ് ആണെങ്കിൽ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നിഫ്റ്റി ആണെങ്കിൽ 65 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് കിട്ടുന്ന വാല്യൂവിൽ സെൻസെക്സിൻ്റെയിലും എന്നിട്ട് രണ്ടിൻ്റെയും തമ്മിൽ
തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് നിഫ്റ്റി ഇതിൽ ഏതാണോ വാല്യൂ, ഫിനാൻഷ്യലി ഏതാണോ വാല്യൂ കൂടി നിൽക്കുന്നത് അതിൻ്റെ ഫ്യൂച്ചറിനെ നമ്മൾ കൂടുതൽ വാല്യൂ നിൽക്കുന്നതിന് സെല്ലും ചെയ്യുക, കുറഞ്ഞ വാല്യൂ നിൽക്കുന്നതിന് ബൈയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ തിയറി. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ബാക്കി ഇനി ബാക്ക് ടെസ്റ്റിലേക്ക് പോവാണ്. സോ ബാക്ക് ടെസ്റ്റിലേക്ക് ഇവിടെ വന്നു. അപ്പോൾ മെയ് മന്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറി എപ്പോഴാണ്? 26 മെയ്. സെൻസെക്സിൻ്റെ എപ്പോഴാണ്? 27 മെയ്. 2 ദിവസം, ഒരു ദിവസത്തെ എക്സ്പയറി. നിഫ്റ്റിയുടേത് 27 വന്നിട്ട് സെൻസെക്സിൻ്റെ എക്സ്പയറി. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണല്ലോ ഇനി ആദ്യം നോക്കേണ്ടത്. നോക്കൂ, 24,201 24,201 ഏതാണ്? മെയ് മന്ത് എക്സ്പയറിയുടെ ആ സമയത്തുള്ള 9:30 ഫ്യൂച്ചറിൻ്റെ വില എന്ന് പറയുന്നത് 24,201 മൾട്ടിപ്ലൈഡ് ബൈ 65, 15 lakhs എത്രയാ? 15,73,065 ആണ് നിഫ്റ്റിയുടെ വില, ആക്ച്വൽ വില എന്ന് പറയുന്നത്. സെൻസെക്സിൻ്റെ ഒരു ഫ്യൂച്ചറിൻ്റെ ആക്ച്വൽ വില എത്രയാണ്? സ്പോട്ട്, അപ്പോൾ അതായത് ഫ്യൂച്ചറിൻ്റെ സ്പോട്ട് പ്രൈസ് എത്രയാണ്? 78,323 രൂപയാണ്. അപ്പോൾ 78,323 മൾട്ടിപ്ലൈഡ് ബൈ 20 കൊടുക്കുമ്പോൾ എത്രയാ? 15 lakhs 66,460. അപ്പോൾ ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം ഇല്ല, എന്നാലും ഉണ്ട്. നമുക്ക് നോക്കാം എത്രയാ? 15,73,065. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 6,605 മാത്രമേ വ്യത്യാസമുള്ളൂ, ഓൾമോസ്റ്റ്. അപ്പോൾ 10,000-നും താഴെയാണ്. അപ്പോൾ ഇത് വലിയ സ്പ്രെഡ് ഡിഫറൻസ് ഇല്ല. എന്നാലും നമുക്കിത് ശരാശരി എത്ര പ്രോഫിറ്റ് കിട്ടും നോക്കാം. ഇപ്പോഴും നിഫ്റ്റി തന്നെയാണ് പ്രൈസ് കൂടി നിൽക്കുന്നത്. എത്ര രൂപയുടെ വില കൂടി നിൽക്കുന്നു? 6,600 രൂപയുടെ വില കൂടി നിൽക്കുന്നു. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എല്ലാ മാസവും ഇതിങ്ങനെ ട്രേഡ് ചെയ്യണമെന്നല്ല. തൊട്ട് മുന്നത്തെ മാസം നോക്കൂ, 21,000 രൂപ പ്രോഫിറ്റ് കിട്ടി. കാരണം സ്പ്രെഡ് ഡിഫറൻസ് അത്ര വലുതായിരുന്നു. 30,000 സ്പ്രെഡ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്പ്രെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ഓക്കെ. അപ്പോൾ അത്രയ്ക്ക് മാത്രമേ നമ്മൾ ഇതിൻ്റെ എൻഡ് ഓഫ് ദ മന്ത് പോകുമ്പോഴും നമ്മൾക്ക് ഈ ഡിഫറൻസ് ഉള്ള ഡിഫറൻസ് അല്ലേ ചുരുങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഡിഫറൻസ് ചെറുതാകും തോറും നിങ്ങളുടെ ഡിപ്ലോയ്മെൻ്റ് ആണ്. ഏതാണ്ട് 4 ലക്ഷം രൂപയോളം ക്യാപിറ്റലിനൊന്നും മാറ്റം വരില്ല. അത് നമുക്ക് പ്രോഫിറ്റ് വലുതായിട്ട് കിട്ടിയാലും ചെറുതായിട്ട് കിട്ടിയാലും നമുക്ക് ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റിന് മാറ്റം വരില്ല. പക്ഷേ നമ്മുടെ പ്രോബബിലിറ്റിയും കൂടുതലായിരിക്കാം. പക്ഷേ പ്രോഫിറ്റ് കിട്ടുന്നത്, റിവാർഡിൻ്റെ അളവ് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, ചിലപ്പോൾ എന്തും സംഭവിക്കാം. അത് അങ്ങനെ ഈ ഡിഫറൻസിന് ഇന്നത് തന്നെ സംഭവിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ബട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. ഫോർ അവർ നോളജ് പർപ്പസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നിഫ്റ്റിയുടെ എടുത്ത് നോക്കാം. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേറ്റ് മെയ് 26 ആണ്. നമുക്ക് മെയ് 26 നമുക്ക് പോയി നോക്കുമ്പോൾ ഡേറ്റ് 26 മെയ്യിൽ എക്സ്പയറി ഡേറ്റ് അന്ന് 10,000 rupees അതിന് പ്രോഫിറ്റ് വരുന്നുണ്ട്. ആ ഒരു ഫ്യൂച്ചർ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 rupees പ്രോഫിറ്റ് കാണിക്കുന്നത്. എക്സാക്ട്ലി 10,530 പ്രോഫിറ്റ്. ഇനി അടുത്ത് സെൻസെക്സിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാം. കാരണം ലോസ് ആവാനായിരിക്കും സാധ്യത. നോക്കാം. വന്നു. അത് എക്സ്പയറി എത്ര? 27th മെയ് ആണ്. അപ്പോൾ 27th മെയ്യിലേക്ക് നമ്മൾ പോവുക. ഞാൻ ഇതിൻ്റെ EOD നോക്കിയില്ല കേട്ടോ. EOD വരികയാണെങ്കിൽ നമുക്കത് 10,000 അല്ല കേട്ടോ, 18,000 വരികയാണ്. അപ്പോൾ അറൗണ്ട് 18,000 പ്രോഫിറ്റ്. 18,000 ആയിരുന്നു നിഫ്റ്റിയുടെ. അത് മോർണിംഗിലായിരുന്നു 10,000. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അത് 18,000 പോയി. സോ 18,800 rupees ആയിരുന്നു ആക്ച്വൽ നിഫ്റ്റിയുടെ പ്രോഫിറ്റ്. ഇനി സെൻസെക്സിൻ്റെ എൻഡ് ഓഫ് ദ ഡേയിൽ നോക്കിയാലോ. എൻഡ് ഓഫ് ദ ഡേയിൽ നമുക്ക് സെൻസെക്സിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നത് നോക്കൂ. എത്രയാ? 49,000. അപ്പോൾ രണ്ടും പ്രോഫിറ്റ്. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു നോക്കൂ. ഇത് റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. സെൻസെക്സിൻ്റെ ഇതിനിടയിൽ സംഭവിച്ചെന്താണ്? എന്തോ ഒരു ഹ്യൂജ് വോളറ്റിലിറ്റി ക്രഞ്ച് സംഭവിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ബേസിസിൽ ഈ നിഫ്റ്റി കുറയുകയും ചെയ്തു, സെൻസെക്സിൻ്റെ ഗ്യാപ്പ് കൂടുകയും ചെയ്തു.
സോ രണ്ടിൻ്റെയും ബെനിഫിറ്റിൽ നമുക്ക് എന്ത് സംഭവിച്ചു? ഇതേ സെയിം, ഇതിലൊന്നും ഒരു മാറ്റമില്ല. നോക്കൂ, എക്സ്പയറി നിഫ്റ്റി ഇൻസ്ട്രുമെൻ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിഫ്റ്റി എഴുതിയിട്ടുണ്ട്. നമ്മൾ മെയ് 26 എക്സ്പയറി, അതേ മെയ് 26 എക്സ്പയറി നമ്മൾ മെയ് 1 എടുത്തത് തന്നെയാണ്. അതിലൊന്നും യാതൊരു മാറ്റമില്ല. അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നോക്കൂ, പ്രോഫിറ്റ് എത്രയാണ്? 18,000 rupees പ്രോഫിറ്റ്. ദെൻ ഇൻ സെൻസെക്സ് അതേമാതിരി തന്നെ മെയ് 27 ഡേറ്റിൽ നിൽക്കുന്നു. 27 തന്നെയാണ് എക്സ്പയറി. സോ എൻട്രി ഇപ്പോഴത്തെ ആ ടൈമിലുള്ളത് കാണിക്കുന്നു. നമ്മൾ അന്ന് എടുത്ത് അത് നമ്മൾ സെല്ല് ചെയ്തതിൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കൂ. അത് കൃത്യമായിട്ടും എത്രയാണ് കാണിക്കുന്നത്? 49,000 rupees. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോഴോ എത്രയാണ് പ്രോഫിറ്റ്? 18,000 plus 49,000. So it's a huge profit. 67,000 rupees profit on May. 67,800. ഞാൻ പ്രതീക്ഷിച്ചത് വളരെ കുറച്ചേ വരുള്ളൂ എന്നാണ്, 6,000 റേഞ്ചിൽ വരുമെന്നാണ്. അതാണ് ഇത്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് ഇതിനകത്തുണ്ടാകുന്ന സ്പ്രെഡ് ഡിഫറൻസ്. എങ്ങനെ വേണേലും സംഭവിക്കാം, ലോസിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ഏത് പീരിയഡിൽ എവിടെയാണ് ഇത് ലോസ് വരുന്നത് നോക്കാം. ഇതൊക്കെ ആക്ച്വൽ ഡേറ്റയാണ്. ഇതൊന്നും ഫാബ്രിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഡേറ്റ ഒന്നുമില്ല, തന്നെയാണ് ഞാനിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ്ലി ക്വിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത മുന്നത്തെ മാസം നമുക്ക് നോക്കാം. നമ്മൾ മെയ് മാസം കഴിഞ്ഞു. മെയ് മന്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവാണ്. ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏപ്രിൽ മന്ത് നോക്കൂ, അതേ പ്രൊസീജിയർ തന്നെ, വേറൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏപ്രിൽ 28 ആണ് ഏതിൻ്റെ നിഫ്റ്റിയുടെ എക്സ്പയറി, ഫ്യൂച്ചേഴ്സിൻ്റെ എക്സ്പയറി എന്ന് വന്നിട്ട് ഏപ്രിൽ 28 ആയിരുന്നു. സ്റ്റാർട്ടിങ് എപ്പോഴായിരുന്നു? ഏപ്രിൽ 1 തന്നെയായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ എക്സ്പയറിയിൽ നമുക്ക് എത്ര ടോട്ടൽ പ്രോഫിറ്റ്? 72,000 പ്രോഫിറ്റ്. അതേ സ്ഥാനത്ത് സെൻസെക്സിന് എന്താ സംഭവിച്ചത്? സെൻസെക്സിന് ഏപ്രിൽ 30 എക്സ്പയറി വന്നു. ഏപ്രിൽ മന്തിൽ 30 എക്സ്പയറി, അതിൻ്റെത് 29,000 മൈനസ് വന്നു, രണ്ടും കൂടി. അപ്പോൾ 72,000 പ്രോഫിറ്റ് ആൻഡ് സെൻസെക്സിന് 29,000 മൈനസ്. ടോട്ടൽ എത്രയാ? 72,670 minus 29,325, 43,000. അവിടെ നമുക്ക് 4 lakhs ക്യാപിറ്റലിന് ഓൾമോസ്റ്റ് 10% പ്രോഫിറ്റ്. ഈ 43,000, ആ 3,000 നിങ്ങൾക്ക് വിട്ടേക്ക്. ബാലൻസ് 40,000 rupees നമ്മുടെ കയ്യിലുണ്ട്. 40, അതും 9:30 മോർണിംഗിൽ തന്നെ നമുക്ക്, അതായത് എക്സ്പയറി ഡേ നിന്ന് മോർണിംഗിൽ തന്നെ നമുക്ക് എത്ര വന്നു? 43,000, 10% ഓഫ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഏപ്രിൽ മന്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏപ്രിൽ തൊട്ട് മാർച്ച്. ഇനി മാർച്ച് മാസത്തെ എക്സ്പയറി നോക്കണം. നിഫ്റ്റിക്കും സെൻസെക്സിനും ഞാൻ ലാസ്റ്റ് വരെ കൊണ്ടെത്തിക്കുന്നു. ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മാസത്തെ ഇതേമാതിരി നിഫ്റ്റിയാണോ ബാങ്ക് നിഫ്റ്റിയാണോ അത് എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇതിൽ സിമ്പിൾ സെയിം ഒന്ന്. ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിലെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഡിഫറൻസ് ഇപ്പം ഏപ്രിൽ മാസത്തിൽ സെൻസെക്സിൻ്റെ വാല്യൂ കൂടുതലായിരുന്നു നിഫ്റ്റിയെക്കാളും. അപ്പോൾ സെൻസെക്സിനെ ഞാൻ സെല്ലും ചെയ്തു, നിഫ്റ്റിയെ ഞാൻ ബൈയും ചെയ്തു കേട്ടോ. അത് ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. അതേമാതിരി ഇനി അടുത്തത് മാർച്ചിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഞാൻ എന്താ മാർച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫുൾ വാല്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, മാർച്ചിലെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുതരാം. സെൻസെക്സിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ സ്റ്റാർട്ടിംഗ് ഡേയിൽ, അതായത് എക്സ്പയറി ഡേ തുടങ്ങുന്നതിൻ്റെ അന്ന് മാർച്ചിൻ്റെ സെൻസെക്സിൻ്റെ വാല്യൂ 16,48,000 രൂപയായിരുന്നു. നിഫ്റ്റിയുടെ വാല്യൂ എത്ര? 16,74,000, ഏതാണ്ട് 30,000 പുറത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു. 74,120 രൂപ ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ രണ്ടിൻ്റെയും കൂടെ കമ്പയർ ഡിഫറൻസ് 30,000 ആയിരുന്നു. ഓക്കെ, സോ ഇതിൽ നിഫ്റ്റി തന്നെയായിരുന്നു കൂടി നിന്നത്. സോ നിഫ്റ്റീനെ എന്ത് ചെയ്തു? സെല്ല് ചെയ്തു. അതേമാതിരി സെൻസെക്സിനെ ബൈ ചെയ്തു. ഓവറോൾ റിസൾട്ട് നോക്കൂ. അന്നത്തെ മാർച്ചിൻ്റെ നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയുന്നത് മാർച്ച് 30 ആയിരുന്നു. മാർച്ച് 30 എൻഡ് ഓഫ് ദ ഡേയിൽ എത്ര രൂപയാണ് പ്രോഫിറ്റ്? 2,23,000 രൂപ പ്രോഫിറ്റ്. അത് വലിയ ആഹ്ലാദിക്കാനൊന്നുമില്ല. തൊട്ടടുത്തത് സെൻസെക്സ് നോക്കൂ. സെൻസെക്സ് 1,43,000 രൂപ ലോസ്. പക്ഷെ എന്നാലും 2,23,000 മൈനസ് നമ്മുടെ ലോസ് 1,43,000 സമം
80,000 രൂപ പ്രോഫിറ്റ്. കറക്റ്റായിട്ട് ഈ സ്ട്രാറ്റജിക്ക് നമുക്ക് കറക്റ്റ് 20% നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് കോസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്, നമുക്ക് 20% നമ്മുടെ പ്രോഫിറ്റ് കറക്റ്റായിട്ട് 80,000 റുപ്പീസ് പ്രോഫിറ്റ് ഓൺ മാർച്ച് മാസം. ഓക്കെ, സോ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. എല്ലാ മാസവും ഇത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് തരാൻ പറ്റുന്ന മാസമാണ്, പ്രൊവൈഡഡ് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങളുടെ സ്പ്രെഡ് ഡിഫറൻസ് 1000 2000 റേഞ്ചിലാണ്. ടോട്ടൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ. രണ്ടിൻ്റെ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചേഴ്സ് സെൻസെക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ്. നിങ്ങൾ ആ പെർട്ടിക്കുലർ ഡേയിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് എത്ര? മൾട്ടിപ്ലൈഡ് ബൈ 20 കൊടുക്കുക സെൻസെക്സിന്, നിഫ്റ്റിക്ക് മൾട്ടിപ്ലൈഡ് ബൈ 65 കൊടുക്കുക. രണ്ടിൻ്റെയും വാല്യൂ നോക്കുക, ഏതാണോ പ്രൈസിൽ കൂടി നിൽക്കുന്നത് ആ കൂടി നിൽക്കുന്നത് ചിലപ്പോൾ സെൻസെക്സ് ആവാം അല്ലെങ്കിൽ നിഫ്റ്റി ആകാം. സെൻസെക്സ് ആണെങ്കിൽ സെൻസെക്സിനെ സെല്ല് ചെയ്യുക, നിഫ്റ്റിനെ ബൈ ചെയ്യുക. നിഫ്റ്റിയാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നിഫ്റ്റിനെ സെല്ല് ചെയ്യുക, സെൻസെക്സിനെ ബൈ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. അത് ചെയ്യേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡറിൽ പോവുക. ഇപ്പോൾ ഇതിനെ ഏതാണോ ബൈ കൊടുക്കേണ്ടത് അതിന് ബൈ ആണെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റിയാണ് ബൈ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ബൈ കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഇതാ ഇവിടെ വരും 1,80,000 ഞാൻ പറഞ്ഞു. ഇതാ അപ്പോൾ 1,70,000 80,000 റേഞ്ച് വരും. അതിന് നിങ്ങൾ ആദ്യം ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഇതിൽ മാർക്കറ്റ് ഓർഡറിലെങ്കിൽ മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡറെങ്കിൽ ലിമിറ്റ് ഓർഡർ കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ഗോസ് ടു അടുത്ത് നിഫ്റ്റി സെലക്ട് ചെയ്യുക. നിഫ്റ്റിയിലും പോയിട്ട് നമുക്ക് അല്ല രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഒരിക്കലും പേ ഓഫ് ഗ്രാഫ് കിട്ടത്തില്ല. ഇതിൽ പോവാം. ഇവിടെ നിന്ന് അതേമാതിരി നിഫ്റ്റിനെ ഫ്യൂച്ചർ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ നമ്മൾ ബൈ മറ്റേ സെല്ല് കൊടുത്തെങ്കിൽ ഇത് ബൈ കൊടുക്കുക. ബൈ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അതേമാതിരി ഇതാ മാർക്കറ്റ് ഓർഡർ കൊടുക്കണമെങ്കിൽ മാർക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. പ്രോസസ്സ് കഴിഞ്ഞു. സോ അപ്പോൾ 2 ഓർഡറും നമുക്ക് നമ്മുടെ പൊസിഷനിൽ വന്ന് കിടക്കും. പിന്നെ നിങ്ങളുടെ ജോലി ഒരു മാസത്തേക്ക് വേറെ ജോലിയേ ഇല്ല. നമ്മുടെ മിനിമം ക്യാപിറ്റൽ എത്രയാണ്? മിനിമം 4 lakhs ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ നല്ല പോലെ സ്റ്റഡി നടത്തിയിട്ടാണ് നിങ്ങൾക്ക് ഇനിയും ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു. അത് ഇനിയെല്ലാം ലെങ്തി ആകും വീഡിയോ. സോ ദാറ്റ് ഈസ് ദ റീസൺ ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദി ബാക്ക് ടെസ്റ്റിംഗ് പ്രോസസ്സ്. സോ നിങ്ങൾക്കിത് റീസണബിളി അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ളവർക്ക് ഇതൊരു നല്ല സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ ഇതേ സ്ട്രാറ്റജി തന്നെ ഇവിടെ നിഫ്റ്റിയിലും സെൻസെക്സിലും മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നിഫ്റ്റിക്കും സെൻസെക്സിനും ഇടയിൽ എന്താണ് ഇതിൻ്റെ രണ്ടിനെ അണ്ടർലൈങ് അസറ്റ്സ് 100% സെയിം ആണ്. ഒരു നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ ഒരു 20 സ്റ്റോക്കും കൂടെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ മെജോറിറ്റി ഓഫ് ദ വെയിറ്റേജ് നിഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന സ്റ്റോക്സ് എല്ലാം ഈ പറയുന്ന സെൻസെക്സിലുള്ള 30 സ്റ്റോക്സിൻ്റെ ഇതിൽ ഉള്ളത് തന്നെയാണ് നിഫ്റ്റിയിലും ഉള്ളത്. സോ അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ നിഫ്റ്റിനെ തന്നെ സിമ്പിളായിട്ട് ഇതിനെ തന്നെ നിഫ്റ്റിയെ തന്നെ ബൈയും ചെയ്ത് അതേ മാസത്തിലെ നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ സെല്ലും ചെയ്താലും ഇത് കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ നിലനിർത്തി എടുക്കാൻ പറ്റത്തില്ല. ഒരേ മാസത്തെ നമ്മൾ സെല്ലും ചെയ്ത് അതേ മാസത്തെ ബൈയും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. സോ അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ചൂസ് ചെയ്യുക. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്കിത് എന്താ ചെയ്യാൻ പറ്റുക, ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു പരിധിവരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി വേണ്ടുന്നത് ഇത് ഈക്വിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ ഒരേ കോമ്പറ്റീറ്റർ സ്റ്റോക്സിൽ ഡെറിവേറ്റീവ്സിലുള്ള ഒരേ കോമ്പറ്റീറ്റർ സ്റ്റോക്സിനകത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇപ്പോൾ IT സെക്ടർ ആണെങ്കിൽ TCSും ഇൻഫോസിസും ഒരുവിധം എന്താ ചെയ്യുക, ഇത് രണ്ടിൻ്റെയും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇതേമാതിരി ഹെഡ്ജിങ് മാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങളതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും ഉറപ്പായിട്ടും. എനിക്ക് നല്ല ഹോപ്പുണ്ട്. സിൻസിയറായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. You can try it. Thank you. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.